മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ചതി മനസ്സിലാക്കാതെ സാഗർ ആണെങ്കിൽ മഞ്ജുവിന്റെ അരികിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇന്ന് ശമ്പളം കിട്ടുന്ന ദിവസമായതുകൊണ്ട് തന്നെ രാത്രി നീ റെഡിയായി നിൽക്കണം, നമുക്കിന്ന് പുറത്തൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കാൻ, നിനക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് ആർഭാടങ്ങളുടെ ഇടയിൽ ജീവിച്ചവളാണ്, എനിക്ക് ഒരു കുറവും എന്റെ ഏട്ടൻ വരുത്തിയിട്ടില്ല. പക്ഷെ ഇപ്പൊ എന്തോ ഈ ജീവിതം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു തുടങ്ങി, ഇതിലും ഒരു സുഖം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ സാഗർ പറയാണ്, ശരിയാണ്, പക്ഷേ തോമസ് സാറിന്റെ കൂടെയുള്ള ആ ജോലിയൊക്കെ ഞാനും ഒത്തിരി ആസ്വദിക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് ശമ്പളം കിട്ടുന്ന ദിവസമാണ്, നമുക്കിന്ന് എൻജോയ് ചെയ്യണം, ഒരു സിനിമയ്ക്കൊക്കെ പോകണം, കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെയും നമ്മൾ സിനിമയ്ക്കൊന്നും പോയിട്ടില്ല, എന്തായാലും താൻ റെഡിയായി നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സാഗർ ആണെങ്കിൽ സന്തോഷത്തോട് കൂടിയിട്ട് ജോലിക്ക് പോവുകയാണ്. പക്ഷെ അവൻ അറിയുന്നില്ല അവനെ കാത്തിരിക്കുന്നത് മേഘനാഥനൊരുക്കിയ വമ്പൻ ചതിയാണെന്നും. അങ്ങനെ തോമസ് സാറിന്റെ ആശുപത്രിയിലേക്ക് എത്തുന്ന സമയത്ത് സാഗറിനെ പോലീസ് വളയുന്നുണ്ട്. എന്താണെന്ന് സാർ കാര്യം അന്വേഷിക്കുമ്പോൾ ആ പോലീസുകാരൻ പറയുകയാണ്, ഇവന്റെ കാറിൽ, അതായത് നിങ്ങളുടെ കാറിൽ കഞ്ചാവ് സൂക്ഷിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു, അത് പരിശോധിക്കാനായിട്ട് വന്നതാണെന്ന് പറയുമ്പോൾ, അങ്ങനെ കഞ്ചാവ് ഒന്നും ഞങ്ങളുടെ കാറിൽ സൂക്ഷിക്കാറില്ല എന്ന് തോമസ് സാറ് പറയുന്നു. അത് ഞങ്ങൾ പരിശോധിച്ചോട്ടെ. അങ്ങനെ പോലീസുകാരാണെങ്കിൽ പരിശോധിക്കുന്നുണ്ട്. 2 പൊതി കഞ്ചാവാണ് ആ കാറിൽ നിന്നും പിടിച്ചടക്കുന്നത്. ഈ സമയം തോമസ് സാർ ആണെങ്കിൽ വല്ലാതെ ആവുന്നുണ്ട്. സാഗറിനെ നോക്കുന്നു. സാഗർ പറയാണ്, ഞാൻ നിരപരാധിയാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. അതൊക്കെ അങ്ങ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തെളിയിക്കാം. തോമസ് സാറിന് എന്തായാലും അറസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഇവനാണ് പ്രതി. ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോൾ ഇവൻ ഇങ്ങനെ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സാറിന്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റില്ല. കാരണം സാർ ഇങ്ങനെയുള്ള ഒരു ആളല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്, ചതിയിൽപ്പെട്ടതാണെന്ന് മനസ്സിലായി. എന്തായാലും സാഗറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയം തോമസ് സാർ മനസ്സിലാക്കുകയാണ് ഇതിനകത്ത് എന്തോ ഒരു ചതിയുണ്ടെന്ന്. വേഗം തന്നെ മാർക്കോയെ കാര്യം അറിയിക്കുന്നു. മാർക്കോയാണെങ്കിൽ ലോപ്പസിനോടും പറയുന്നുണ്ട്, സാഗറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, കഞ്ചാവ് കേസാണ്, പുറത്തിറങ്ങാൻ കുറച്ച് പാടാണ്, സ്റ്റേഷൻ ജാമ്യം എടുത്തിട്ട് കാര്യമില്ല, കോടതിയിൽ ചെന്നതിന് ജാമ്യം എടുക്കണമെന്നൊക്കെ പറയുകയാണ്. മഞ്ജു ഇക്കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഇതുവരെയും ഇല്ല, നമുക്ക് പെട്ടെന്ന് തന്നെ സാഗറിനെ പുറത്തേക്ക് ഇറക്കണം. അങ്ങനെ ലോപ്പസും മാർക്കോയും ചേർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. പിന്നീട് മഹി അവിടെ ഛർദിച്ച് ആകെ വശം കെട്ട് കണ്ണന്റെ നെഞ്ചിൽ അങ്ങനെ കിടക്കുകയാണ്. ഈ സമയം കണ്ണൻ പറയുന്നുണ്ട്, തന്നോട് ഞാൻ പറഞ്ഞതല്ലേ നേരത്തെ എഴുന്നേറ്റ് ജോലിക്കൊന്നും പോകരുതെന്ന്, വിശ്രമിക്കാനായിട്ട്. അത് സാരല്ല കണ്ണേട്ടാ, ഇന്നലെ കുറച്ചധികം ഭക്ഷണമൊക്കെ കഴിച്ചില്ലേ, അതുകൊണ്ടൊക്കെ ആയിരിക്കുമെന്ന് കണ്ണനോട് മഹാലക്ഷ്മി പറയുമ്പോൾ, താനിന്നലെ കുറച്ചധികം ഒന്നല്ല, കേക്ക് കുറെ കഴിച്ചെന്നൊക്കെ പറയുന്നു. അമ്മയുടെ പിറന്നാൾ കേക്കല്ലേ, അതുകൊണ്ടാണ്. തന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. കാരണം ഭക്ഷണത്തിൽ എന്താ കലർത്തി തരുന്നതെന്ന് അറിയാനായിട്ട് സാധിക്കില്ല, ചുറ്റും ശത്രുക്കളല്ലേ. പക്ഷെ തന്റെ അമ്മ ഉണ്ടാക്കിയ പിറന്നാൾ സ്ഥിതി ആയതുകൊണ്ട് മാത്രമാണ് ഞാനും കുറച്ച് ഭക്ഷണം കഴിച്ചതെന്നൊക്കെ പറയുമ്പോൾ മഹി പറയുന്നുണ്ട്, ഭക്ഷണത്തിൽ എന്തായാലും വിഷമൊന്നും കലർത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണെന്ന്. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായാലും കണ്ണേട്ടന്റെ കൂടെ ഇങ്ങനെ പറ്റി പിടിച്ച് കിടന്നാൽ മാത്രം മതി, എന്റെ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി ആണെങ്കിൽ വീണ്ടും കണ്ണനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടക്കുകയാണ്. എന്തായാലും അവരാണെങ്കിൽ ഭാവി കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ചർച്ച ചെയ്ത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് സാഗർ ആണെങ്കിൽ ആകെ തകർന്ന് ആ സ്റ്റേഷനിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അവനെ ആണെങ്കിൽ ജയിലിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ സമയം സാഗർ ചിന്തിക്കുന്നുണ്ട്, മഞ്ജുവിന് കൊടുത്ത വാക്ക്, അതായത് സിനിമയ്ക്ക് പോകാമെന്നും ഇന്ന് ശമ്പളം കിട്ടുന്ന ദിവസമാണെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ, അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് അവനാണെങ്കിൽ ആകെ വിഷമത്തോട് കൂടിയിട്ട് ഇരിക്കുകയാണ്. എന്തായാലും താൻ സ്വപ്നം കണ്ട ജീവിതം അത് തന്റെ കൈവിട്ടു പോയോ എന്ന് അവൻ ആകെ സങ്കടത്തോട് കൂടിയിട്ട് ചിന്തിക്കുന്നു. എന്നിട്ട് കരയുകയാണ് ചെയ്യുന്നത്. മാർക്കോയാവട്ടെ എസ്ഐയെ കാണാനായിട്ട് വരുന്നുണ്ട്. മാർക്കോയുടെ സ്വന്തം ആളാണല്ലോ ആ സാറ്. എന്നിട്ട് ആ സാറിനോട് പറയുകയാണ്, സാർ എത്രയും പെട്ടെന്ന് ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്തണം. സാഗർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അവൻ എന്റെ വിശ്വസ്തനാണ്, അവൻ പണ്ട് ഒരുപാട് കാര്യങ്ങളിൽ ഇതുപോലെയൊക്കെ പിടിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പൊ അവൻ പൂർണ്ണമായിട്ടും മാറി, അതുകൊണ്ടാണ് തോമസ് സാറിന്റെ കീഴിൽ അവൻ ജോലി ചെയ്തിരുന്നത്. സാറും അവൻ സാറിന്റെ വിശ്വസ്തനായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ എല്ലാം ശരി തന്നെയാണ്. പക്ഷെ കഞ്ചാവ് കേസാണ്. ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഞങ്ങൾ പോയി പരിശോധിച്ചപ്പോ തൊണ്ടി മുതൽ കൈയോടെ പിടികൂടി. ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ്? ഇത് കേൾക്കുന്ന മാർക്കോ പറയുന്നുണ്ട്, സാർ എന്നെ സഹായിക്കണം, എന്നോടുള്ള സ്നേഹത്തിന്റെ പുറത്തെങ്കിലും എനിക്ക് സഹായം ചെയ്തേ മതിയാകും. സാഗർ അവനൊരു പാവാണ്, ആ മേഘനാഥനായിരിക്കും ഇതിന് പിന്നിൽ. കാരണം അവന്റെ പെണ്ണിനെ അടിച്ചു കൊണ്ടുപോയതിന്റെ ദേഷ്യം അവന് നന്നായിട്ട് സാഗറിനോടുണ്ട്. നമുക്ക് സാഗറിനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം സാറേ. ആ മഞ്ജു ഇപ്പൊ തനിച്ചാണുള്ളത്, സാഗറിനെ മാത്രം വിശ്വസിച്ച് കൂടെ ഇറങ്ങി പോയവളാണ്. അവൾ ഇതറിഞ്ഞാൽ എന്താകുമെന്ന് അറിയില്ല. എനിക്ക് സാഗറിനെ പുറത്തിറക്കിയേ മതിയാകുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ എസ്ഐ പറയുന്നുണ്ട്, പുറത്തിറക്കാം, പക്ഷേ അതിനുള്ള തെളിവ് നീ കൊണ്ടുവരണം, എങ്കിൽ മാത്രമേ പുറത്തേക്ക് ഇറക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് കേൾക്കുന്ന മാർക്കോ പറയുന്നുണ്ട്, തെളിവല്ലേ സാറിന് വേണ്ടത്, ഞാൻ കൊണ്ടുവരാം, ഞാൻ കൊണ്ടുവന്നിരിക്കും. പക്ഷെ മാർക്കോ
തോൽപ്പിക്കാനൊന്നും ആ മേഘനാഥന് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാഗറിനെ കാണാനായിട്ട് മാർക്കോ പോകുന്നുണ്ട്. സാഗർ ആണെങ്കിൽ ആ സെല്ലിൽ അങ്ങനെ കരഞ്ഞു തകർന്നിരിക്കുകയാണ്. ഈ സമയം മാർക്കോ പോയിട്ട് സാഗറിനോട് സംസാരിക്കുന്നുണ്ട്. എന്താ സംഭവിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ തോമസ് സാറിനെയും കൊണ്ട് താൻ പുറത്തേക്ക് പോയിരുന്നു. സാർക്ക് എന്തോ മരുന്നൊക്കെ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കാറ് നിർത്തിയിട്ടിരുന്നു. അല്ലാതെ എവിടെ വെച്ചാണ് എങ്ങനെയാണ് ചതി സംഭവിച്ചതെന്ന് എനിക്കറിയില്ല മാർക്കോ. ഞാൻ ഈ കാര്യം ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സാഗർ ആണെങ്കിൽ പൊട്ടിക്കരയുന്നു. ഏയ് താൻ പേടിക്കാതെ ഇരിക്കേ. ഇതിന് പുറകിൽ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും പച്ചവെള്ളം പോലെ അറിയുന്ന കാര്യമാണ്. ആ മേഘനാഥനാണ്. അവന് നിന്നെ തകർക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് നാളായി കൂടെ കൂടിയിട്ട് എന്റെ കഴിച്ചൂട് അവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഡയറക്റ്റ് ആയിട്ട് അവനൊന്നും ചെയ്യാത്തത്. പക്ഷെ വളഞ്ഞ വഴിയിൽ നിന്നെ അവൻ പൂട്ടി. പക്ഷെ ആ പൂട്ട് അങ്ങനെ തന്നെ ഇരിക്കില്ല, ഞാൻ തുറന്നിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സാഗറിനാണെങ്കിൽ മാർക്കോ വാക്ക് കൊടുക്കുകയാണ്. മഞ്ജുവിനോട് കാര്യങ്ങൾ പറയുമോ, അവളെ അറിയിച്ചോ, അവൾ ആകെ തകർന്നു പോകുമെന്നൊക്കെ പറയുമ്പോൾ മഞ്ജുവിനെ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സാഗറിനെ മാർക്കോ സമാധാനിപ്പിക്കുക. എത്രയും പെട്ടെന്ന് പുറത്തേക്ക് ഇറക്കിയിരിക്കും. അങ്ങനെ സാഗർ അവസാനമായിട്ട് വണ്ടി നിർത്തിയ സ്ഥലവും മറ്റൊക്കെ തന്നെ മാർക്കോ ചോദിക്കുന്നുണ്ട്. സാഗർ ആണെങ്കിൽ അതൊക്കെ തന്നെ വളരെ വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ മാർക്കോ നേരെ പോകുന്നത് തോമസ് വൈദ്യന്റെ അടുത്തേക്കാണ്. തോമസ് വൈദ്യനോടും കാര്യങ്ങൾ സംസാരിക്കുന്നു. സാഗറിന് സ്റ്റേഷൻ ജാമ്യം കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കോടതിയിൽ വെച്ചെങ്കിലും അവന് ജാമ്യം എടുക്കണം. ഇത് മേഘനാഥന്റെ കൊടും ചതിയാണ്. മഞ്ജുവിനെ സ്വന്തമാക്കാനും സ്വത്തുക്കൾ സ്വന്തമാക്കാനുമുള്ള അവന്റെ അവസാനത്തെ വഴിയാണ്. പക്ഷേ സാഗറിനെ കൈവിടാനായിട്ട് തനിക്കാവില്ല. അതുകൊണ്ട് തന്നെ സാർ എന്നെ സഹായിക്കണം. എവിടെ വെച്ചായിരുന്നു അവസാനമായിട്ട് മരുന്ന് വാങ്ങിയത്? അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കാര്യം കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ആ മേഘനാഥന്റെ ചതി എന്താണ്, എങ്ങനെയാണ് ആ കഞ്ചാവ് കാറിനകത്തേക്ക് വന്നതെന്നൊക്കെ. അങ്ങനെ തോമസ് സാർ ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും മാർക്കോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. എന്തായാലും മാർക്കോയാണെങ്കിൽ CCTV ദൃശ്യങ്ങൾ എടുക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവസാനമായിട്ട് വണ്ടി നിർത്തിയ ആ ഷോപ്പിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും നമ്മുടെ സാഗർ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ മാർക്കോയാണെങ്കിൽ ഈ കാര്യം മഞ്ജുവിനെ അറിയിക്കാനായിട്ട് മഞ്ജുവിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. മഞ്ജു ആവട്ടെ സാഗർ പറയുന്നത് പോലെ തന്നെ റെഡിയായി അങ്ങനെ നിൽക്കും. അവൾ വാതിൽ തുറക്കുന്നത് സാഗറിനെ പ്രതീക്ഷിച്ചാണ്. പക്ഷെ മുന്നിൽ നിൽക്കുന്നത് മാർക്കോ. അങ്ങനെ മാർക്കോയാണെങ്കിൽ കാര്യങ്ങളൊക്കെ തന്നെ മഞ്ജുവിനെ അറിയിക്കുന്നുണ്ട്. മഞ്ജു ആണെങ്കിൽ ആകെ ഇല്ലാതെയായി സങ്കടത്തോട് കൂടിയിട്ട് പൊട്ടിക്കരയുന്നു. താൻ പേടിക്കാതെ ഇരിക്കെ, ഇത് ചതിയാണെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. നമുക്ക് സാഗറിനെ പുറത്തേക്ക് ഇറക്കാം, ഞാൻ കൂടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞത് മഞ്ജുവിനെ ആണെങ്കിൽ മാർക്കോ ആശ്വസിപ്പിക്കുകയാണ്. എന്തായാലും മഞ്ജു സാഗറിനെ സംശയിക്കുന്നൊന്നുമില്ല. പിന്നീട് മോഹിനിയാണെങ്കിൽ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് വരികയാണ്. ഈ സമയം മഹാലക്ഷ്മിയുടെ വിശേഷങ്ങളെ കുറിച്ച് ഒന്നും അറിയാത്തതുപോലെ പ്രതാപനും മുത്തശ്ശിയും കരുണയും അന്വേഷിക്കുന്നു. മഹിക്ക് എന്തൊക്കെയോ വയറിന് പ്രശ്നങ്ങളുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അവൾ ഛർദ്ദിച്ചു അത്രേ. പക്ഷെ ഭക്ഷണം അധികം കഴിച്ചു. ഞാൻ അപ്പോഴും പറഞ്ഞതാ കുറച്ച് കഴിച്ചാൽ മതിയെന്ന്. അളവിൽ കൂടുതൽ കഴിച്ചത് കൊണ്ടായിരിക്കണം എന്റെ മോൾക്ക് അങ്ങനെ സംഭവിച്ചതെന്ന് മോഹിനി പറയുമ്പോ, ഓ അവൾക്ക് എന്താ അങ്ങനെ സംഭവിക്കാൻ കാരണം? ഞാനും ഒരുപാട് ഭക്ഷണം കഴിച്ചല്ലോ, പായസവും കുടിച്ചു, എന്നിട്ട് എനിക്കൊരു പ്രശ്നമില്ലല്ലോ എന്നൊക്കെ കരുണ പറയുമ്പോഴേക്കും അവളുടെ വയറിൽ ചെറിയൊരു വേദന അനുഭവപ്പെടുകയാണ്. കരുണയാണെങ്കിൽ അയ്യോ എനിക്കെന്തോ വേദനിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നുണ്ട്. ഈ സമയം പ്രതാപനും മുത്തശ്ശിയും മോഹിനിയും എല്ലാവരും പേടിച്ചു പോവുകയാണ്. കാരണം കരുണയുടെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളതല്ലേ. അങ്ങനെ എല്ലാവരും ചേർന്ന് എന്ത് പറ്റി മോളെ എന്നിങ്ങനെ ചോദിച്ച് കരുണയെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ കാത്തിരിക്കാൻ നമുക്ക് ഇന്നത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ.